ഹിന്ദുമതത്തിലെയും മറ്റ് ഭാരതീയ മതങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് കർമ്മ സിദ്ധാന്തം, ലോ ഓഫ് കർമ്മ. കർമ്മം എന്ന സംസ്കൃത വാക്കിന് പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചുള്ള ഒരു ഫലമുണ്ടാകും എന്നതാണ് കർമ്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ആശയം. ഇതിനെ കാരണം ഫലം നിയമം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് എന്ന് ലളിതമായി പറയാം. പക്ഷേ ഇത് ഭൗതിക ലോകത്തിനുമപ്പുറം ധാർമ്മികവും ആത്മീയവുമായ തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. കർമ്മ സിദ്ധാന്തത്തിന്റെ പ്രധാന തത്വങ്ങൾ: ഓരോ പ്രവൃത്തിയും ഒരു ഫലം ഉളവാക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ചെയ്യുന്നതുമായ മനസ്സ്, വാക്ക്, ശരീരം എന്നിവ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു തരം ഊർജ്ജം പുറത്തുവിടുന്നു. ഈ ഊർജ്ജം ഒരു സംസ്കാരം, മുദ്രയായി നമ്മുടെ ആത്മാവിൽ പതിക്കുന്നു. അത് പിന്നീട് അതിന്റെ ഫലമായി തിരികെ വരുന്നു. ശുഭകർമ്മം, നല്ല കർമ്മം, ധാർമ്മികവും അഹിംസയിൽ അധിഷ്ഠിതവും മറ്റുള്ളവർക്ക് ഗുണകരവുമായ പ്രവൃത്തികൾ. ഇത് സന്തോഷവും സമാധാനവും നൽകുന്ന ഫലങ്ങൾ, പുണ്യം ഉളവാക്കുന്നു. അശുഭകർമ്മം, ചീത്തകർമ്മം, അന്യായവും സ്വാർത്ഥത നിറഞ്ഞതും മറ്റുള്ളവർക്ക് ദോഷകരവുമായ പ്രവൃത്തികൾ. ഇത് ദുരിതവും ദുഃഖവും നൽകുന്ന ഫലങ്ങൾ, പാപം ഉളവാക്കുന്നു. ഫലം ഉടനടിയാകണം എന്നില്ല. ഒരു പ്രവൃത്തിയുടെ ഫലം, കർമ്മഫലം, ഉടൻ തന്നെ അനുഭവപ്പെടണമെന്നില്ല. ഒരു വിത്ത് പാകിയാൽ അത് മുളച്ച് ഫലം തരാൻ സമയമെടുക്കുന്നത് പോലെ ഒരു കർമ്മഫലം അനുഭവിക്കാൻ കാലതാമസമുണ്ടാവാം. ഇതിന്റെ ഫലം ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാം, അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലേക്ക് സംഭരിച്ചു വെക്കപ്പെടാം. കർമ്മ സിദ്ധാന്തം പുനർജന്മ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, ബുദ്ധി, ദുരിതങ്ങൾ മുൻ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സംസാര ചക്രത്തിൽ ജനന മരണ ചക്രം നിന്ന് മോചനം, മോക്ഷം നേടുന്നതുവരെ കർമ്മഫലങ്ങൾ പിന്തുടരുന്നു. കർമ്മത്തിന്റെ 3 പ്രധാന വിഭാഗങ്ങൾ. കർമ്മഫലങ്ങളെ പലപ്പോഴും 3 വിഭാഗങ്ങളായി തിരിക്കുന്നു. സഞ്ചിത കർമ്മം, കഴിഞ്ഞ നിരവധി ജന്മങ്ങളിലായി ഒരാൾ സംഭരിച്ചു വെച്ചിട്ടുള്ള മൊത്തം കർമ്മഫലങ്ങളുടെ ശേഖരം. പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഈ നിലവിലെ ജീവിതത്തിൽ അനുഭവിക്കാനായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഭാഗം. ഈ കർമ്മഫലമാണ് ഒരാളുടെ ഇപ്പോഴത്തെ ജനനം, കുടുംബം, പ്രധാന ദുരിതങ്ങൾ എന്നിവ തീരുമാനിക്കുന്നത്. ഇത് മാറ്റാൻ പ്രയാസമാണ്. ക്രിയമാണ കർമ്മം, ഈ നിലവിലെ ജീവിതത്തിൽ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിലേക്ക് ഫലമുണ്ടാക്കാൻ പോകുന്നതുമായ കർമ്മങ്ങൾ. നമുക്കിതിനെ നിയന്ത്രിക്കാനും മോക്ഷത്തിലേക്ക് നയിക്കാനും സാധിക്കും. കർമ്മ സിദ്ധാന്തത്തിന്റെ പ്രാധാന്യം: ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിലെ നല്ലതിനും ചീത്തയ്ക്കും സ്വയം ഉത്തരവാദിയാണ് എന്ന് ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വ്യക്തികളെ പ്രചോദിപ്പിക്കുകയും മോശം പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ഒരു ധാർമ്മിക നീതിവ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പു നൽകുന്നു. കർമ്മഫലങ്ങളിൽ നിന്ന് പാപം, പുണ്യം, മോചനം നേടാനുള്ള ശരിയായ വഴികളെക്കുറിച്ച് കർമ്മയോഗം പോലുള്ളവ ഇത് മാർഗനിർദ്ദേശം നൽകുന്നു. കർമ്മ സിദ്ധാന്തം അനുസരിച്ച് ഒരാൾക്ക് അവരുടെ ഭാവിയെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന ക്രിയമാണ കർമ്മങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിലൂടെയാണ്.